ഹരേ കൃഷ്ണ. ഏവർക്കും എൻ്റെ ബ്ലൂ കൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോണത് വേദത്തെക്കുറിച്ചാണ്. വേദത്തിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ പോകുന്നതാണ്. വേദം എന്നാൽ അതിൻ്റെ അർത്ഥം വന്നിട്ട് അറിവ് എന്നാണ്. ഇപ്പോൾ ഈ വേദം വന്നിട്ട് ഡയറക്റ്റായിട്ട് ഭഗവാനിൽ നിന്നാണ് വന്നത്. അതിൽ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. കാരണം നമ്മുടെ മനുഷ്യരുടെ ചിന്താഗതിക്ക് അപ്പുറമാണ് വേദം. അചിന്ത്യ ആണ്. ഇപ്പോൾ കാരണം മനുഷ്യർക്ക് വന്ന കുറേ ന്യൂനതകളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 ന്യൂനതകളെക്കുറിച്ച് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. ഒന്നാമത്തെ ന്യൂനത വന്നിട്ട് അയാൾക്ക് തെറ്റു പറ്റുന്നു. അതിൽ ശ്രീല പ്രഭുപാദ് വന്നിട്ട് ഒരു അടിപൊളി ഉദാഹരണം തന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി ലാസ്റ്റായിട്ട് ഒരു യാഗത്തിൽ പങ്കെടുക്കുകയുണ്ടായിരുന്നു. ആ യാഗത്തിലാണ് മരണപ്പെട്ടത് മഹാത്മാഗാന്ധി, ന്യൂഡൽഹിയിലുള്ള ഒരു യാഗത്തിൽ. പക്ഷേ അതിനു മുമ്പന്നെ മഹാത്മാഗാന്ധിജിക്ക് ഇതേപോലെ സന്ദേശം ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ജീവന് അപകടമാണ്, ആ യാഗത്തിൽ പങ്കെടുക്കണ്ട എന്ന് സന്ദേശം ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും മഹാത്മാഗാന്ധിജി അത് അനുസരിച്ചില്ല, ആ യാഗത്തിൽ പങ്കെടുക്കേണ്ടായി മരണപ്പെട്ടു. അപ്പോൾ തീർച്ചയായും ഏതൊരു മഹാനാണെങ്കിലും അയാൾക്ക് ഈ ഭൗതിക ലോകത്ത് അയാൾക്ക് തെറ്റുപറ്റുന്നു. അതൊരു ന്യൂനതയാണ്. രണ്ടാമത്തേത് വന്നിട്ട് കുഴപ്പം. മായാ വംശജനാണ്. ഇപ്പോൾ മായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ലാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ് മായ. ഇപ്പോൾ എൻ്റെ ശരീരം, ഇപ്പോൾ ഞാൻ തന്നെ ഈ ശരീരം, ഞാനാണ് ഈ ശരീരം എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, അത് ഒരു മായയാണ്. കാരണം ഞാൻ ശരീരമല്ല. എന്തായാലും എനിക്ക് ഈ ജന്മം കഴിഞ്ഞാൽ അടുത്തൊരു മരണം ഉണ്ടാകും. അതൊരു കുഴപ്പം തന്നെയാണ്. അതൊരു മായ വംശവദനാണ്. അതൊരു ന്യൂനതയാണ്. അത് രണ്ടാമത്തെ ന്യൂനത. പിന്നെ മൂന്നാമത്തെ ഒരു ന്യൂനത പറഞ്ഞാൽ ചതിക്കാനുള്ള പ്രവണത. കാരണം ഏതൊരാൾക്കും ചതിക്കാനുള്ള പ്രവണത, വഞ്ചിക്കാനുള്ള പ്രവണതയുണ്ട്. കാരണം ഇപ്പോൾ വലിയ വലിയ ലീഡറായാലും ശരി, ഇപ്പോൾ സെലിബ്രിറ്റി ആയാലും ശരി, കുറേ ആൾക്കാർ വലിയ പോസ്റ്റിങ്ങുള്ളത്, അവർക്ക് തന്നെ അധികം ചില കാര്യങ്ങളിൽ തന്നെ ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കെല്ലാം അറിയാം എന്ന് ഭാവിച്ച് നമ്മൾ അടുത്തുള്ളവരെ നമ്മൾ വിശ്വസിപ്പിക്കുന്നു. അതൊരു വലിയൊരു ന്യൂനതയാണ്, ചതിക്കാനുള്ള പ്രവണത. പിന്നെ വന്നിട്ട് നാലാമത്തെ ന്യൂനത, നമ്മുടെ ഇന്ദ്രിയങ്ങൾ വന്നിട്ട് അപൂർണമാണ്. ഉദാഹരണത്തിന് നമ്മുടെ കണ്ണെടുത്തോളൂ. നമ്മുടെ ഈ കാഴ്ച തന്നെ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും തന്നെ കാണില്ല. കാരണം ഇരുട്ടത്ത് നമുക്ക് അടുത്തുള്ളത് ഒന്നും തന്നെ കാണില്ല. നമ്മുടെ സ്വന്തം കൈകാലും പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അത് ഒരു വലിയ ന്യൂനതയാണ്. വേദത്തിന് ഇന്നൊരു പേരുണ്ട്. അതിൻ്റെ പേരാണ് ശ്രുതി. ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രവണത്തിൽ കൂടി വന്ന അറിവ് എന്നാണ് അർത്ഥം. ഇതിനെ ഈ ശ്രുതിനെയും തെളിയിക്കുന്നുണ്ട്. അതിന് ഉദാഹരണത്തിന് 3 പ്രമാണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത് വന്നിട്ട് പ്രത്യക്ഷം, രണ്ടാമത് വന്നിട്ട് അനുമാനം, മൂന്നാമത് വന്നിട്ട് ശബ്ദം. ഇപ്പോൾ ഫസ്റ്റ് വന്നിട്ട് പ്രത്യക്ഷം. അതിലും നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പറയുന്നത് സൂര്യനെ എടുത്തോളൂ. പ്രത്യക്ഷം പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുന്നത്. സൂര്യൻ വന്നിട്ട് നമുക്ക് കാണുകയാണെങ്കിൽ അത് സൂര്യൻ വന്നിട്ട് ഒരു ചെറുതായിട്ട് നമുക്ക് കാണുള്ളൂ. ഒരു ചെറിയ ഒരു വട്ടാകൃതിയിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുള്ളൂ. പക്ഷേ സൂര്യൻ ഇവിടുത്തെ എല്ലാ ഗ്രഹങ്ങളിലും കാട്ടിയും വലിയ ഗ്രഹമാണ് സൂര്യൻ. പക്ഷേ നമ്മുടെ കണ്ണിൽ കാണുന്നതോ ചെറുതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രത്യക്ഷം പറയുന്നത് അത് സാധ്യമല്ല. അതേപോലെ തന്നെ രണ്ടാമത്തേത് വന്നിട്ട് അനുമാനം. അതിന് ശ്രീല പ്രഭുപാദ് വന്നിട്ട് നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. അനുമാനം പറഞ്ഞാൽ അഭിപ്രായം. ഇപ്പോൾ ഡാർവിൻസ് തിയറി എടുത്തോളൂ. അതിൽ വന്നിട്ട് കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ വരുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെ തെളിയിച്ചിട്ടില്ല. കാരണം അത് വെറും ഒരു അഭിപ്രായം മാത്രമാണ്. അപ്പോൾ ഈ അഭിപ്രായം കൊണ്ട് പൂർണ്ണമല്ല. അതേപോലെ പ്രത്യക്ഷവും വന്നിട്ട് അതും പൂർണ്ണമല്ല, അനുമാനവും വന്നിട്ട് പൂർണ്ണമല്ല. പിന്നെ മൂന്നാമത് വന്നിട്ട് ശബ്ദം പറയുന്നത് നമ്മൾ വന്നിട്ട് ശബ്ദത്തിൽ കൂടി, ശ്രവണത്തിൽ കൂടി കൈവന്ന അറിവ് എന്നാണ് പറയുന്നത്. ഭഗവാന്റെ നിന്ന് ഈ പ്രപഞ്ചം, ഈ ജീവാത്മാക്കൾ സൃഷ്ടിക്ക് മുമ്പ് വന്നിട്ട് ആദ്യ ജീവാത്മാവ് വന്നിട്ട് ബ്രഹ്മാവാണ്. അങ്ങനെ ഭഗവാനിൽ നിന്ന് ബ്രഹ്മാവിനെ വേദം കൈമാറി. പിന്നെ അവിടുന്ന് ബ്രഹ്മാവിൽ നിന്ന് നാരദൻ, വ്യാസദേവൻ അവരുടെ മക്കൾക്ക് ശ്രവണത്തിൽ കൂടി കൈമാറി വന്നതാണ് വേദം. കാരണം അതിൽ ഒരു തെറ്റുപറ്റും ഉണ്ടാവില്ല. കാരണം ഭഗവാനിൽ നിന്ന് ഡയറക്റ്റായിട്ട് ശ്രവണത്തിൽ കൂടിയാണ് വേദം കൈമാറി വന്നത്. വേദത്തിന് വന്നിട്ട് അമ്മയായിട്ടാണ് ഗണിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു
കുട്ടി എടുത്തോളൂ. കുട്ടിയുടെ അടുത്ത് നിങ്ങളുടെ അച്ഛൻ ആരാണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അപ്പോൾ കുട്ടി അമ്മയുടെ അടുത്ത് ചോദിക്കുന്നു. അമ്മ പറയുന്നു ഇതാണ് നിൻ്റെ അച്ഛൻ എന്ന് പറയുന്നു. അപ്പോൾ അത് ഈ കുട്ടി സ്വീകരിച്ചേ പറ്റുള്ളൂ. അതിനൊരു പരീക്ഷണം നിരീക്ഷണം ആവശ്യമില്ല. അതേപോലെ തന്നെയാണ് വേദം അമ്മയായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അതിനൊരു പരീക്ഷ നിരീക്ഷണം ഒന്നുമില്ല. കാരണം സാക്ഷാൽ ഭഗവാനിൽ നിന്ന് ഡയറക്റ്റായിട്ട് ശ്രവണത്തിൽ കൂടി ഗുരു പാരമ്പര്യത്തിൽ കൂടി വന്ന അറിവാണ് വേദം. അതിന് ഉദാഹരണമായിട്ട് വേദത്തിൽ വന്നിട്ട് ചാണകം, പശുവിടെ ചാണകം ഭയങ്കര ശുദ്ധിയാണ്, അതിൻ്റെ കോമിയം അതും ഭയങ്കര ശുദ്ധിയാണെന്ന് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് നമ്മൾ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം ഉപയോഗിക്കും. നല്ലൊരു മംഗളകാര്യത്തിനും പൂജാകർമ്മങ്ങൾക്കും നമ്മൾ പശുവിൻ്റെ വിസർജ്യം നമ്മൾ ഉപയോഗിക്കും. പക്ഷേ മനുഷ്യരുടെ വിസർജ്യം ഉപയോഗിക്കുമോ? ഇല്ല, ഉപയോഗിക്കില്ല. കാരണം അത് വേദത്തിൽ പറഞ്ഞിട്ടില്ല. കാരണം വേദത്തിന് അറിയാം നമുക്ക് എന്ത് ആവശ്യമാണ് എന്ത് ആവശ്യമില്ല. ഒരു അമ്മയ്ക്ക് അറിയാം കുട്ടിക്ക് എന്ത് ആവശ്യമാണ് എന്ത് ആവശ്യമില്ല എന്ന്. അതേപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് സയൻറ്റിസ്റ്റും കൂടി തെളിയിച്ചിട്ടുണ്ട്. കാരണം ചാണകം വന്നിട്ട് ആൻറ്റിബയോട്ടിക്കാണ്. കാരണം കീടനാശിനികളെയൊക്കെ നശിപ്പിക്കും എന്ന് ശാസ്ത്രജ്ഞർ ഈ റീസെൻ്റായിട്ടാണ് തെളിയിച്ചിരിക്കുന്നത്. പക്ഷേ വേദത്തിലാണെങ്കിലോ പണ്ടേ ഈ കുറേ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യജ്ഞാനത്തിന് ഒരു പരമാവധി അറ്റം വരെയേ പോകാൻ കഴിയുള്ളൂ. അതിൻ്റെ അപ്പുറം പോകാൻ പറ്റില്ല. കാരണം അതിനെക്കാട്ടിയും വിശദമായിട്ടും കുറേ കാര്യങ്ങൾ വേദത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം നമ്മുടെ മനുഷ്യന് എല്ലാം തന്നെ ലിമിറ്റഡ് സെൻസാണ്. അപ്പോൾ ഒന്നും തന്നെ പൂർണ്ണമല്ല. വേദങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ത്രിഗുണത്തിലുള്ള ദേവൻ ദേവിമാരെ എങ്ങനെ ആരാധിക്കാം, അവരെ സന്തോഷിപ്പിച്ച് നമുക്ക് എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാം എന്നുള്ളതാണ് വേദങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിയമങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷനാണ് വേദത്തിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എങ്ങനെ ഈ ഭൗതിക ലോകത്ത് സന്തോഷകരമായി ജീവിക്കാം എന്നതാണ് വേദത്തിൻ്റെ ഇത്. പക്ഷേ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ 2-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വന്നിട്ട് അർജുനനോട് പറയുന്നുണ്ട്. ഭഗവത്ഗീത ത്രൈഗുണ്യാം വിഷയാം വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. അതിൻ്റെ അർത്ഥം നോക്കിയോളൂ. പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് വേദങ്ങളുടെ മുഖ്യ വിഷയം. അർജുന, നീ അവയെ അതിക്രമിക്കണം. കാരണം ഭൗതികപരമായിട്ടുള്ളതാണ് വേദങ്ങൾ. ഇവിടെ നമ്മൾ എങ്ങനെ സന്തോഷമായി ജീവിക്കാം, എങ്ങനെയാണ് മനുഷ്യരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഈ നിയമപടിയെ ജീവിക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ നിയമം ലംഘിച്ച് ജീവിച്ചാൽ അത് നമുക്ക് ദുഃഖവും ക്ലേശവുമാണ്. അത് കറക്റ്റായി പ്രോപ്പറായിട്ട് നിയമം. ഇപ്പോൾ എക്സാമ്പിൾ ഉദാഹരണത്തിന് നമ്മൾ പോലീസ് ട്രാഫിക് റൂൾസ് എടുത്തോളൂ. നിയമം എന്തിനാണ് വെക്കുന്നത്? നമുക്ക് അധികം ആക്സിഡൻറ്റ് ഉണ്ടാകാതിരിക്കാനാണ് നിയമങ്ങൾ വെക്കുന്നത്. അതേപോലെ തന്നെ വേദങ്ങളും നമ്മൾ ചിട്ടയായി ജീവിക്കാനും നമുക്ക് ഒരു അപകടവും ഒരു ദുഃഖവും ക്ലേശവും ഇല്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വേദങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതേപോലെ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, ഇതിൽ തന്നെ പറയേണ്ടത് ഈ ത്രിഗുണങ്ങളാണ് വേദങ്ങളുടെ മുഖ്യ വിഷയം. അതേ നീ അവയെ അതിക്രമിക്കണം, അതിന് പുറമേ നീ മനസ്സിലാക്കണം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഭഗവാൻ വന്നിട്ട് 15-ാം അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, വേദാന്തകൃത് വേദവിധേയ ചാഹം എന്ന് പറയുന്നുണ്ട്. വേദമുണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താ പറയുന്നത്? ഈ വേദങ്ങളെല്ലാം തന്നെ എന്നെ മനസ്സിലാക്കാനാണ്. ഭഗവാനെ മനസ്സിലാക്കി ഭഗവാനെ തിരിച്ചറിഞ്ഞ് ഭഗവാൻ നമ്മുടെ പുരോഗതിക്കും നമ്മുടെ സെറ്റ് ഓഫ് ഗോൾ, നമ്മുടെ ഈ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ളതാണ് ഈ വേദശാസ്ത്രങ്ങളും എല്ലാം. അത് ഭഗവത്ഗീതയിൽ കൃത്യമായി പറയുന്നുണ്ട്. കാരണം ഈ കൺക്ലൂഷൻ ഇപ്പോൾ വേദങ്ങൾ കുറേ പേര് പഠിക്കുന്നുണ്ട്, പക്ഷേ ഈ കൺക്ലൂഷൻ ആർക്കും തന്നെ വ്യക്തമായി അറിയുന്നില്ല. അവരിനെ വേദവാദരത എന്ന് പറയും. കാരണം അവർ വേദങ്ങൾ ഈ ത്രിഗുണ വിഷയങ്ങളിൽ മാത്രം അവർ സാറ്റിസ്ഫൈഡ് ആണ്. അവർക്ക് ഇതിൽ ഓക്കെയാണ്, അങ്ങനെ ഇരിക്കണവരെയാണ് വേദവാദരത എന്ന് പറയുന്നത്. പക്ഷേ ഭഗവാൻ പറയുന്നുണ്ട്, നീ അതിനെയും അതിക്രമിക്കണം, നീ അവയെ അതിക്രമിക്കണം, നീ ആത്മാവിൽ മനസ്സുറപ്പിക്കണം.
മുക്തനായ ആത്മാവിൽ മനസ്സുറപ്പിക്കണം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആരാണ് മനസ്സിലാക്കണം? നമ്മുടെ ഇവിടുത്തെ ഈ ഭൗതിക ലോകം ഇത് നമ്മുടെയല്ല, നമുക്കിത് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കണം. ഇതാണ് വേദത്തിൻ്റെ കൺക്ലൂഷൻ. പക്ഷേ ഇതാരും തന്നെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതിനാണ് ഭഗവാൻ കാരുണ്യപരമായിട്ട് നമുക്ക് 5000 വർഷത്തെ മുമ്പ് നമുക്ക് ഭഗവത്ഗീത എന്ന ഗീതാമൃതം നമുക്ക് തന്നിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ വേദങ്ങളൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നമുക്ക് ഈ കലിയുഗത്തുള്ള അത്രയുള്ള ബുദ്ധിശക്തിയുമില്ല, നമുക്ക് ആയുസ്സുമില്ല, കുറേ ഓർമ്മക്കേടുകളും നമുക്ക് അധികമാണ് ഈ ഭൗതിക ലോകത്ത്. അത് കാരണം കൊണ്ടാണ് ഭഗവത്ഗീതയിൽ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. 15-ാമത്തെ ശ്ലോകത്തിൽ വേദമുണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ് എന്ന് ഭഗവാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കലിയുഗത്ത് തന്നെ ആർക്കും പഠിക്കാൻ പറ്റില്ല. കാരണം കലിയുഗത്ത് മനുഷ്യന്മാരുടെ ഓർമ്മശക്തിയും ആയുസ്സും തന്നെ വളരെ കമ്മിയാണ്. അപ്പോൾ വേദവ്യാസർ 5000 വർഷം മുമ്പ് തന്നെ അത് ഗണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കലിയുഗത്തിൽ ഇനി വരുന്ന മനുഷ്യജന്മങ്ങൾക്ക് ആർക്കും തന്നെ ഓർമ്മശക്തി ഉണ്ടാകില്ല, ആയുസ്സും ഉണ്ടാകില്ല. അത് കാരണം കൊണ്ട് വേദത്തിനെ 4ആയി പിരിച്ചു. പിന്നെ ഈ 4 വേദത്തിനെ 108 ഉപനിഷത്തുക്കളാക്കി. അത് കഴിഞ്ഞിട്ട് അതിനെ പുരാണങ്ങളാക്കി. അതിന്ന് പിന്നെ വേദസൂത്രങ്ങളാക്കി. അവിടുന്ന് പിന്നെയും ഈ വേദസൂത്രത്തിൽ നിന്നും ശ്രീമദ് ഭാഗവതം എഴുതി. കാരണം ഇതെല്ലാം തന്നെ ഈ വേദം, ഈ ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഒരേ ഒരു ലക്ഷ്യമുള്ളൂ: നമ്മൾ ഭഗവാനെ തിരിച്ചറിയാം, നമ്മുടെ ഭഗവാന്റെ ധാമത്തെ തിരിച്ചെത്തണം. കാരണം നമുക്കറിയാം നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ കുറേ ദുഃഖങ്ങളും ക്ലേശങ്ങളും മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. കാരണം ഇത് നമുക്ക് ഈ ഭൂമി വന്നിട്ട് നമുക്ക് യോജിച്ചതല്ല. ഈ ഭൂമി നമുക്ക് യോജിച്ചതല്ല. കാരണം ഇവിടെ യോജിച്ചതല്ല പറയാൻ കാരണം ഇവിടെ വെറും ദുഃഖങ്ങളും ക്ലേശങ്ങളും മാത്രമേ ഉള്ളൂ. അതിൽ ഭഗവാൻ പറഞ്ഞിട്ട് ദുഃഖാലയം ശശാശ്വതം. കാരണം ഈ ഭൂലോകം വന്നിട്ട് തന്നെ, ഈ പ്രപഞ്ചം തന്നെ ദുഃഖാലയമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേ ആചാര്യന്മാരും ഇവിടെ വരുന്നത്. വേദാന്ത സൂത്രം, പുരാണങ്ങളും ഭാഗവതങ്ങളൊക്കെ നമുക്ക് തരുന്നത് അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. വ്യാസദേവൻ തന്നെ വേദങ്ങളൊക്കെ രചിച്ചത്. വ്യാസദേവൻ തന്നെ പറയുന്നുണ്ട് ഈ വേദങ്ങളെല്ലാം ഭഗവാനെ തിരിച്ചറിയാനാണെന്ന് വ്യാസദേവൻ തന്നെ പറയുന്നുണ്ട്. ഈ വേദങ്ങളൊന്നും നമുക്ക് പഠിക്കാൻ, ഈ കലിയുഗത്ത് തന്നെ നമുക്ക് പഠിക്കാനുള്ള സമയമില്ല, അതിനുള്ള ബുദ്ധിശക്തിയും ഇല്ല, ആയുസ്സും ഇല്ല. അപ്പോൾ അതിന് തന്നെ ഭഗവാൻ കരുണയായിട്ട് ഗീത എന്നൊരു അമൃതം നമുക്ക് തന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭഗവത്ഗീത പഠിക്കണം, വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ യഥാർത്ഥം ഇതാണ്. വേദത്തിൻ്റെയും ഉദ്ദേശം, ഈ ശാസ്ത്രങ്ങളുടെ എല്ലാ ഉദ്ദേശം ഒന്ന് തന്നെയാണ്: ഭഗവാനെ തിരിച്ചറിയാം, ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരുക. ഇവിടെ ഈ ഭൂലോകം എന്ന് പറയുന്നത് എല്ലാം ജീവാത്മാക്കളും എല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിലെല്ലാം തന്നെ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കാനുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായി കാണാം. ഹരേ കൃഷ്ണ.